കർത്തൃസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് വീണ്ടും നമുക്ക് നല്ലൊരു പ്രഭാതത്തെ ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ ചിന്തയ്ക്കായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി ദാനം ചെയ്ത വചനം ഇയ്യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യം. ഇതാ, ദൈവം 2-3 പ്രാവശ്യം ഇവയൊക്കെയും മനുഷ്യനോട് ചെയ്യുന്നു. അവൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കരയേറ്റേണ്ടതിനും ജീവന്റെ പ്രകാശം കൊണ്ട് അവനെ പ്രകാശിപ്പിക്കേണ്ടതിനും തന്നെ. ദൈവത്തിന് സ്തോത്രം. അതിശയകരമായ ഒരു വചനമാണ് കർത്താവ് നമുക്ക് ചിന്തയ്ക്കായി നൽകിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ വചനം വായിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെങ്കിൽ അതിൻ്റെ വിശകലനമായ ഒരു പക്ഷെങ്കിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. ദൈവാത്മാവ് ഇന്ന് നമുക്കതൊരു വിശകലനം ചെയ്യുവാൻ, നമ്മുടെ ജീവിതത്തിൽ ആഴമേറിയ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവം തൻ്റെ ആത്മാവിനാൽ നമുക്ക് സാധ്യമാക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ നടത്തുന്ന വഴികൾ എല്ലാം അതിനൊരു ഉദ്ദേശമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രാണനെ കുഴിയിൽ നിന്ന് കരയേറ്റണം, അതിനുശേഷം ജീവന്റെ പ്രകാശം കൊണ്ട് അവൻ നമ്മളെ പ്രകാശിപ്പിക്കണം. ഇതാണ് ദൈവം മനുഷ്യനിൽ വെച്ചിരിക്കുന്നതായ ഒരു ടോട്ടൽ പ്രോമിസ്. ദൈവം മനുഷ്യന് തന്നിരിക്കുന്നതായ വാഗ്ദത്തങ്ങളുടെ ഒരന്തിമമായ ഉദ്ദേശ സാഫല്യം ആകത്തുക നമ്മുടെ ജീവനെ പ്രകാശിപ്പിക്കണം, നമ്മളെ കുഴിയിൽ നിന്ന് കരയേറ്റണം. മനുഷ്യൻ കുഴിയിലേക്ക് പോകുന്നതിനായി ജനിച്ചിരിക്കുന്നു. അവൻ കുഴിയിലേക്ക് പോകുന്നു. അതിനെ തടസ്സപ്പെടുത്തുവാൻ കഴിയുകയില്ല. അവന് വേണ്ടി നിയമിച്ചിരിക്കുന്ന ഒരു നിയമമാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും എല്ലാ മനുഷ്യർക്കും ശേഷിച്ചിരിക്കൊണ്ട് നാം എല്ലാവരും ആ മരണത്തെ ഒരു ദിവസം സന്ധിക്കണം. നാം കുഴിയിലേക്ക് ഇറങ്ങുന്നു, ദ്രവത്വത്തിലേക്ക് പോകുന്നു. എന്നാൽ ഒരു അദ്രവത്വം നമ്മളിൽ വസിപ്പിക്കുമാറാക്കുന്നതായ ദൈവത്തിൻ്റെ കൃപ നമ്മെ കുഴിയിൽ നിന്ന് കരേറ്റി ജീവനുള്ളതാക്കി പോരാ, അതിനെ പ്രകാശമുള്ളതാക്കി തീർക്കുന്നു. ഇത് മനുഷ്യനിൽ സാധ്യമാക്കുവാൻ ദൈവം 2-3 കാര്യങ്ങൾ നമ്മളെ പരീക്ഷയ്ക്ക് വിധേയമാക്കി നമ്മളെ നയിക്കുന്നു. അതാണ് നാം വായിച്ചതായി 29-ാം വാക്യം. ഇതാ, ദൈവം 2-3 പ്രാവശ്യം ഇവയൊക്കെയും മനുഷ്യനോട് ചെയ്യുന്നു. അതെന്താണ് ഈ 2-3 പ്രാവശ്യം അക്കമിട്ട് പറഞ്ഞിരിക്കുന്നത്? 4 പ്രാവശ്യമെന്ന് പറഞ്ഞില്ല, 2 പ്രാവശ്യമെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ 1 പ്രാവശ്യമെന്ന് പറഞ്ഞില്ല, 100 പ്രാവശ്യമെന്ന് പറഞ്ഞില്ല. ഇതാ, ദൈവം 2-3 പ്രാവശ്യം ഇതൊക്കെയും മനുഷ്യനോട് ചെയ്യുന്നു. ആ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശമോ അവൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കരയേറ്റേണ്ടതിനും അവൻ്റെ ജീവനെ പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കേണ്ടതിനും. ദൈവത്തിൻ്റെ വാഗ്ദത്തം മനുഷ്യന് വേണ്ടി വെച്ചിരിക്കുന്നതായ പ്രകാശത്തിൻ്റെ ധാര, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് എന്ന തിരുവചനം നമ്മെ ഘോഷിച്ച് പറയുന്നത്, നമ്മെ ധരിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്, പത്രോസ് പറയുന്നത്, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, യാക്കോബ് പറയുന്നത്, യോഹന്നാൻ പറയുന്നത്, നാം പ്രകാശിപ്പിക്കപ്പെടുവാൻ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം നമ്മെ പ്രകാശിപ്പിക്കുക. നാം ഇപ്പോൾ അന്ധകാരത്തിൽ ഇരിക്കുന്ന ഒരു യുഗമാണ്. നാം ജീവിക്കുന്നത് അന്ധകാര യുഗത്തിലാണ്. എന്നാൽ നമ്മിൽ ദൈവം പ്രകാശിപ്പിക്കുന്ന പ്രകാശം കടന്നു വരുമ്പോൾ നാം രത്നതുല്യമായി നാം പ്രകാശിക്കുന്നവരാകും. കാരണം ദൈവം നമുക്കായി ഒരുക്കുന്ന രാജ്യത്തിൽ അവിടെ സൂര്യനില്ല, ചന്ദ്രനില്ല, ആർട്ടിഫിഷ്യൽ വെളിച്ചങ്ങളൊന്നുമില്ല, നാച്ചുറൽ ഇതൊന്നുമില്ല. നാം ആണ് പ്രകാശം. നാം സൂര്യനെ പോലെ ശോഭിക്കുന്ന പ്രകാശങ്ങളായി ദൈവരാജ്യത്തിൽ ആക്കപ്പെടേണ്ടതിന് ഈ ഭൂമിയിൽ വെച്ച് ദൈവം നമ്മെ പ്രിപ്പയർ ചെയ്യുവാൻ 3 രീതിയിലുള്ളതായ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അതെന്താണ് ഈ 3 രീതിയിലുള്ള പരീക്ഷ? അങ്ങനെയൊന്നുണ്ടോ? ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട് 3 രീതിയിലുള്ളതായ പരീക്ഷ മനുഷ്യൻ അഭിമുഖീകരിക്കണം? അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നോക്കൂ, മനുഷ്യനിൽ 3 ഘടകങ്ങളുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. ഈ ശരീരത്തിലുള്ളതായ പരീക്ഷ, 2 ആത്മാവിലുള്ളതായ പരീക്ഷ, 3 ദേഹിയിലുള്ളതായ പരീക്ഷ. ഈ 3ഉം കൂടെ പരീക്ഷയിൽ ആര് നിലനിൽക്കുന്നുവോ അവരിലാണ് പ്രകാശം ഉദിക്കുന്നത്.
അവരാണ് കുഴിയിൽ നിന്ന് കരകയറ്റുന്നത്. ഇനിയും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അരുമനാഥനായ ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അവനൊരു രാജധർമ്മം കർത്താവ് ദൈവം കൊടുത്തു. എന്താണ് ആ രാജധർമ്മം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതാണ് രാജധർമ്മം. ദൈവം അവനിൽ പ്രസാദിച്ചു. ആ പ്രസാദം എന്തിനു വേണ്ടി? അവൻ്റെ പ്രകാശം കാണുന്നവർ, അവൻ്റെ വചനം കേൾക്കുന്നവർ ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കേണ്ടതിനുള്ളത് ഒരു അധികാരപത്രം, രാജധർമ്മം. ഒരു രാജാവിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ജഡ്ജിമാർ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ വന്നവരെ ആ രാജ്യത്തിൻ്റെ ഒരു ഓത്ത് അല്ലെങ്കിൽ അവർ അത്യാവശ്യം അനുസരിക്കേണ്ടതായ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു ധർമ്മം അവരെ ഫലമേൽപ്പിക്കും. ഒരു എഴുത്ത് ധർമ്മം അവരിലേറ്റതിന് ശേഷം അതിനാണ് രാജധർമ്മം എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രവൃത്തിയും വാക്കുകളും ഒക്കെ കണ്ട് നിങ്ങളുടെ ജനത്തിൻ്റെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുമെന്നുള്ളതായ ഒരു സമർപ്പണ ബോധം അവരിൽ ഉളവാക്കുമാർ അവരുടെ സേവനം കൊണ്ട് അതാണ് സാധ്യമാക്കേണ്ടതെന്ന് അവരെ പ്രബോധിപ്പിച്ചെഴുതിയതായ ഒരു ലെറ്റർ, അതാണ് രാജധർമ്മം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏത് ജാതിയിലും രാജ്യങ്ങളിലുമൊക്കെ മന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും ഒക്കെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ രാജധർമ്മം കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവിനൊരു രാജധർമ്മം കൊടുത്തു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ സ്നാനമേറ്റ്, യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ് തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ രാജധർമ്മം കിട്ടിയ ഉടനെ തന്നെ അവന് 3 രീതിയിലുള്ളതായ പരീക്ഷയിൽ കൂടെ പോകേണ്ടി വന്നു. ദേഹം, ദേഹി, ആത്മാവ്. 3 ഘട്ടം. ആത്മാവ് അവനെ എടുത്ത് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി ആദ്യം കൊടുത്തത് അവൻ്റെ ദേഹത്തിലുള്ളത് പരീക്ഷ, വിശപ്പ്. അവൻ്റെ ശരീരത്ത് വിശപ്പറിഞ്ഞു. അവന് വിശന്നപ്പോൾ അവൻ ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ പിശാച് അടുത്ത് വന്ന് അവനോട് പറഞ്ഞു, ഒരു കല്ല് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കല്ലിനോട് നീ കൽപ്പിക്കുക, അത് അപ്പമായി തീരും. വിശപ്പ് കൊണ്ട് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുമെന്നുള്ളതെന്ന് പിശാചിനറിയാം. നമ്മുടെ ശരീരത്തിൽ നമ്മളെ വീഴ്ത്തുവാൻ പിശാചിന് താല്പര്യമുണ്ടെങ്കിൽ വിശപ്പിന്റെ അന്താളിത്തം നമ്മളിൽ കൊണ്ടുവന്നാലും മതി, മനുഷ്യൻ അവിടെ വീഴും. സ്വന്തം കുഞ്ഞുങ്ങളെ പോലും വിശപ്പ് കൊണ്ട് മുഴുകിത്തുന്ന അമ്മമാരുടെ ചരിത്രം നമുക്ക് തിരുവചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, കർത്താവ് ആ പരീക്ഷയിൽ ജയിക്കുവാൻ തീരുമാനിച്ചു. അവന്റെ ശരീരം ക്ഷീണിച്ചിരുന്നാലും ദാഹം കൊണ്ട് വരഞ്ഞിരുന്നാലും യേശു അതിന് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നെന്ന് സാത്താനെ എഴുതിയിരിക്കുന്നു. എൻ്റെ പിതാവിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയും. എനിക്ക് അപ്പം കൊണ്ട് ജീവിക്കണമെന്നുള്ളൊരു നിർബന്ധമില്ല. കഴിഞ്ഞു. പിശാചിന്റെ ദേഹത്തിലുള്ളതായ പരീക്ഷ കഴിഞ്ഞു. രണ്ടാമത്തെ പരീക്ഷ ഇതാ വരുന്നു. അവനെ ഒരു ഉയർന്ന മലയിലേക്ക്, അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയിട്ട് അവനോട് പറയാണ്, നീ താഴേക്ക് ചാടുക. മരണഭയം, ആത്മാവിലുള്ളതായ പരീക്ഷ, ദേഹം, ദേഹി, ആത്മാവ്. അവനോട് പറയാണ്, നീ താഴേക്ക് ചാടുക, നിന്റെ കല്ല് തട്ടിപ്പോകാതെ വണ്ണം ദൂതന്മാർ നിന്നെ കാവൽ ചെയ്യും. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പെട്ടെന്ന് കർത്താവ് സംസാരിക്കുകയാണ്, നിന്റെ ദൈവമായ യഹോവയെ നീ പരീക്ഷിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനുശേഷം അവന്റെ ദേഹിയിലുള്ളതായ പരീക്ഷ. എന്താണ് ദേഹി? അവകാശം. നമ്മുടെ ദേഹിക്ക് ദൈവ സന്നിധിയിൽ കൊടുക്കുന്ന അവകാശമാണ് ദേഹിയുടെ അംഗീകാരം. നാം മരണമടഞ്ഞ് കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ അംഗീകാരമുള്ളവരായി, പുനരുത്ഥാനത്തിന് യോഗ്യതയുള്ളവരായി ചെല്ലുമ്പോൾ നമ്മുടെ ദേഹികൾക്കെല്ലാം ചില സ്ഥാനമാനങ്ങൾ, അംഗീകാരം, അപ്രൂവൽസ് കൊടുക്കും. ദൈവസന്നിധിയിൽ കൊടുക്കുക. അതാണ് കർത്താവിനോട് പിശാച് പറഞ്ഞത്. നോക്കൂ, ഏറ്റവും ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയതിനു ശേഷം കർത്താവിനോട് പറഞ്ഞു, ഈ ലോകവും അതിന്റെ മോഹവും സകലതും എന്റേതാകുന്നു, അത് ഞാൻ നിനക്ക് തരാം. അവകാശങ്ങൾ. സ്വർഗത്തിൽ നമുക്ക് വെച്ചിരിക്കുന്ന അവകാശത്തെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ആത്മാവ് നമുക്ക് നല്ല താക്കീതുകളും നല്ല ഉപദേശങ്ങളും ഒക്കെ തന്നിട്ടില്ലേ? നാം അതിനുവേണ്ടി ഓടുന്നവരാണ്. ഈ ലോകത്തിൽ പല മോഹങ്ങളും ദാനങ്ങളും പിശാച് നമ്മുടെ മുൻപിൽ വെച്ച് നീട്ടും. അതിനുശേഷം പറയും, ഞാൻ ഇതൊക്കെയും നിനക്ക് തരാം. ഇങ്ങനെ തരുവാൻ ഒരുവൻ കാത്തിരിക്കുന്നുള്ളതിൻ്റെ അവകാശം തരുമെന്ന് പറയുമ്പോൾ ഏത് മനുഷ്യനാണ് വീഴാത്തത്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിന്റെ ദൈവമായ യഹോവയല്ലാതെ മറ്റൊന്നിനെയും കുമ്പിടരുത് എന്നുള്ളതായ വചനം കർത്താവ് എടുത്ത് കാണിച്ചുകൊണ്ട് പിശാചിനെ ശാസിച്ചു. അവനെ വിട്ടുപോയി. ദേഹി, ആത്മാവിന്മേലുള്ളതായ പരീക്ഷ അവിടെ കംപ്ലീറ്റ് ചെയ്തു.
അങ്ങനെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ പിശാച് അവനെ കുറെ കാലത്തേക്ക് വിട്ടുപോയി എന്ന് പറഞ്ഞതുപോലെ യോബ് നമ്മളോട് പറയുകയാണ്, ഇതൊക്കെയും 2-3 പ്രാവശ്യം ദൈവം മനുഷ്യനോട് ചെയ്യുന്നു. 3 കാര്യങ്ങൾ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണെന്ന് അറിയോ? നമ്മളെ കുഴിയിൽ നിന്ന് കയറ്റുവാൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായ പരീക്ഷകൾ പലപ്പോഴും രോഗത്തിനും താഴ്ചയ്ക്കും നമ്മുടെ ബലഹീനതയ്ക്ക് നമ്മൾ അടിമകളാകുമ്പോൾ, വേദനപ്പെട്ട് നിലവിളിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, കർത്താവേ നീ എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിച്ചത്? ദൈവത്തിന് നമ്മിൽ 3 പരീക്ഷ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദേഹത്തിനുള്ള വേദന സഹിക്കാൻ വയ്യാതെ കർത്താവിനെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ. പത്രോസ് കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. കർത്താവ് 3 പ്രാവശ്യം പത്രോസിനോട് ചോദിച്ചു, ശിമോനെ നീ എന്നെ എല്ലാവരിലും മേലായി നീ സ്നേഹിക്കുന്നു ഒരിക്കൽ പറഞ്ഞതല്ലേ? വീണ്ടും അവനോട് ചോദിക്കുകയാണ്, പത്രോസേ നീ വീണ്ടും എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പത്രോസ് വീണ്ടും പറഞ്ഞു, കർത്താവേ ഞാൻ നിന്നെ സകലത്തിനും മേലായി സ്നേഹിക്കുന്നു. തീർന്നില്ല. കർത്താവ് വീണ്ടും ചോദിക്കുകയാണ്, അല്ലയോ ശിമോനെ നീ വാസ്തവമായി എന്നെ നീ സ്നേഹിക്കുന്നുവോ? 3 സ്നേഹത്തിന്റെ പരീക്ഷ. ആ പരീക്ഷയിൽ താണുപോയ പത്രോസ്, തകർന്നുപോയ പത്രോസ്, തകരുമെന്ന് പത്രോസിനെ കുറിച്ച് മനസ്സിലാക്കിയ കർത്താവ് പറയാണ്, നീ തിരികെ വരുമ്പോൾ എൻ്റെ ആടുകളെ നീ മേയ്ക്കാം. പ്രൈസ്. ദൈവം മനുഷ്യനോട് കാണിക്കുന്നതായ നമ്മുടെ ബലഹീനത പലപ്പോഴും നമ്മൾ തകർന്നു പോകുന്നവരാണ്, തരിപ്പണമായി പോയി വീണു പോകുന്നവരാണ്. എങ്കിലും നമ്മെ കൈവിടാതെ ദൈവം നമ്മോട് ചെയ്തതായ വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുവാൻ. എന്താണ് ഈ വാഗ്ദത്തം എന്ന് പറയാമോ? കുഴിയിൽ നിന്ന് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കണം, നമുക്കൊരു ഉയർച്ച തരണം. നമ്മെ വിളിച്ചവന്റെ ആഗ്രഹം നമ്മെ കുഴിയിൽ വിട്ടുകളയരുത്. നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ തലമുറകളെ കുഴിയിൽ വിട്ടുകളയരുത്. ദ്രവത്വത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുത്. ഇല്ല, കുഴി നിന്നെ പിടിച്ചു വയ്ക്കാതെ നിന്നെ അതിൽ നിന്ന് ഉയർത്തുമാർ ദൈവത്തിന് നിന്നെ ഉയർത്തിയേ മതിയോ. അതുകൊണ്ട് തന്നെയല്ല, കുഴിയിൽ നിന്ന് ഉയർത്തുക തന്നെയല്ല, അവിടെ മെന്നി തിളങ്ങുന്ന ദൂതന്മാർ കർത്താവിന്റെ കുഴിക്ക് കാവൽ നിന്നതുപോലെ അവരുടെ വെളിച്ചത്താൽ അവനെ കാണാൻ ചെന്നവരുടെ കണ്ണ് മഞ്ചിപ്പോയി. അങ്ങനെയെങ്കിൽ എത്ര വലിയ പ്രകാശമായിരിക്കും ഉയർത്തുന്നേറ്റ കർത്താവിൽ വ്യാപരിച്ചതെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നമ്മെ പ്രകാശിപ്പിക്കേണ്ടതിന്, ഒരു മിന്നൽ വെളിച്ചം കൊണ്ട് നമ്മെ പ്രകാശിപ്പിക്കേണ്ടതിന്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാൻ അവനിൽ 3 പരീക്ഷകൾ സാധ്യമാക്കുന്നു. ദൈവത്തിന്റെ വചനം ഇന്ന് വായിച്ചതായ വേദഭാഗത്തിലേക്ക് വീണ്ടും നമുക്ക് കടന്നു വരാം. യോബിന്റെ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം, ഇതാ ദൈവം 2-3 പ്രാവശ്യം ഇവയൊക്കെയും മനുഷ്യനോട് ചെയ്യുന്നു, എന്നാൽ അവന്റെ പ്രാണനെ കുഴിയിൽ നിന്നും കയറ്റേണ്ടതിനും ജീവന്റെ പ്രകാശം കൊണ്ട് അവനെ പ്രകാശിപ്പിക്കേണ്ടതിനും. നമ്മളെ മേൽ നാം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നാം അഭിമുഖീകരിക്കുന്ന പരീക്ഷകളും പരിശോധനകളും നിന്ദകളും അപമാനങ്ങളും താഴ്ചകളും പലതും നമുക്കെതിരായി ഉയരുമ്പോൾ അതിൻ്റെ അർത്ഥം നിന്നെ പ്രകാശിപ്പിക്കുവാൻ, നിന്നെ കുഴിയിൽ നിന്ന് കയറ്റുവാൻ, നിന്നെ വിട്ടുകളയുവാനല്ല, ഇരുട്ടിന് അധികാരമായി നിന്നെ കൊടുക്കുവാനല്ല, നിന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കുവാനല്ല, നിന്നെ കരകയറ്റണം. കുറവുള്ളവനാണ്, താഴ്ചയുള്ളവനാണ്. പലപ്പോഴും നീ അന്ധകാരത്തിന് അടിമയായി പോവുകയാണ്. എങ്കിലും ദൈവത്തിന്റെ വചനം കൊണ്ട് അതിനെ ജീവിക്കാൻ കഴിയും, അതിജീവിക്കാൻ കഴിയുമെന്ന് കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു. ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുക. ദൈവവചനം കേൾക്കുമ്പോൾ അത് വിട്ടുകളയാതെ അത് ഗ്രഹിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പരിശോധനകൾ വരുമ്പോൾ നിങ്ങൾ കേട്ട വചനം നിങ്ങൾക്ക് സഹായിയായി എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് വാസ്തവമായി മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് വിശപ്പ് കൊണ്ട് അവരെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുതെന്നുള്ളതായ വചനത്തെ വാസ്തവമായി ഗ്രഹിച്ച ജനം ദൈവം പ്രവർത്തിക്കാത്തതിൽ അസൂയ തോന്നുകയില്ല, ദൈവത്തോട് നീരസപ്പെടുകയില്ല. ദൈവത്തിന് സകലതും അവകാശമായി തരാമെന്ന് പറഞ്ഞാൽ നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ നീ വണങ്ങാവൂ, നീ നമസ്കരിക്കാമെന്നുള്ളതായ വചനം ആരുടെ ഹൃദയത്തിൽ വാസ്തവമായി ലയിച്ചു ചേർന്നിട്ടുണ്ടോ അവർ ഈ ലോകത്തിന്റെ ധനത്തിനും മാനത്തിനും വേണ്ടി അവരുടെ ബുദ്ധിയെയും ജീവിതത്തെയും അവരുടെ ആരാധനയും വിട്ടുകൊടുക്കുകയില്ല. അവർക്ക് കുഴിയിൽ നിന്നൊരു ഉയർച്ചയുണ്ട്, അവരുടെ ജീവിതത്തിൽ ഒരു പ്രകാശമുണ്ട്, അവരുടെ ജീവിതത്തിൽ ഒരു ആനന്ദമുണ്ട്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം, അത്ഭുത വെളിച്ചം. ഇതെന്ന് പറഞ്ഞാൽ ഇതുവരെയും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത പ്രകാശത്തിനാണ് അത്ഭുത വെളിച്ചം എന്ന് പറയുന്നത്. ഈ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥമായ പരമാർത്ഥമായ വാസ്തവമായ ആ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പിൽ ദൈവം മനുഷ്യന് വേണ്ടി വെച്ചിരിക്കുന്നതായ ഒരു ഭാഗ്യകരമായ അവസ്ഥ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സോർത്താൽ. പ്രൈസ് ദി ലോർഡ്.
ഈ വലിയ സത്യത്തിലേക്ക്, ദൈവം നമ്മെ നടത്തുന്നതായ വഴി, ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന സൗഭാഗ്യത്തിലേക്ക് കടന്നു പോകുവാൻ തിരുവചനങ്ങളിൽ ആശ്രയിച്ച് അവൻ്റെ വചനത്താൽ ജയമെടുക്കുന്ന വീരന്മാരായി നമുക്ക് കാണപ്പെടാം. ഗോഡ് ബ്ലെസ് യു.